ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഷോർട്സ് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ 1K സബ്സ്ക്രൈബ് ആയതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും പട്ടിഷ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ നേരമായി ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എന്താ പറയുക ഗൈസ്, ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ട് 12 മണിക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. പക്ഷേ അയാൾ ഇപ്പോൾ ടൈം 3-3:30 അവരെന്തൊക്കെയോ കറണ്ടില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ടൈമിന് എത്തിച്ചേരാൻ പറഞ്ഞാൽ ആ ടൈമിന് അവരെങ്ങനെയെങ്കിലും എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഷോപ്പ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തന്നെ 1K സബ്സ്ക്രൈബ് ആയതിൻ്റെ സെലിബ്രേഷൻ മാത്രമല്ല, ഇന്ന് ഫിദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അവളുടെ വക ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ അറിഞ്ഞും പുറത്ത് കടിച്ച് മുറിച്ച് തിന്നാണ് കേസ്. എനിക്ക് ജലദോഷം പിടിച്ചതുകൊണ്ട് ഓഡിയോ കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് റെഡി ആവുന്നില്ല. പിന്നെ ഞാനിത് മെഞ്ഞാന്നേ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പിന്നെ എനിക്ക് സൗണ്ടൊന്നും ഇല്ലായിരുന്നു കേസ്. അപ്പോൾ ഞാൻ ഇന്ന് ഓഡിയോ കൊടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് ചവച്ച് തിന്നാൻ പറ്റുന്നില്ല കേസ്. ചോറൊക്കെ തിന്നാണ് വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇവർക്ക് ചവക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഏത് സമയം ഇങ്ങനെ വീഡിയോ ഓണാക്കി പഠിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒടുവിൽ നമ്മുടെ കേക്കത്തിൻ്റെ കേസ് എന്തൊക്കെയോ പ്രാഗി ലാസ്റ്റ് എത്തി കേക്ക്. ഞങ്ങൾ വേണ്ട റീഫണ്ട് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് കട്ടിയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഫിദുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പറയുന്നത് കേസ് എനിക്കൊരിക്കലും നിൻ്റെ കേക്ക് തന്നിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ തരണേന്നൊക്കെ. പിന്നെ ഞാൻ പട്ടിഷ വർക്കാണ് കേസ്. കേക്കും പിടിച്ചിട്ട് കേക്ക് വീണാത്ത എന്തോ ഭാഗ്യം എന്ന് പറയാം. ഇതിങ്ങനെയൊക്കെ എന്നിട്ട് പിട്ടിച്ചോർക്കാണ്. പിന്നെ ഇതാ കേക്ക് കട്ടിയാണ് കേസ്. നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ പൊന്തിച്ചെടുക്കില്ല കേസ്. അതെനിക്ക് അങ്ങോട്ട് റെഡി ആവില്ല. പക്ഷേ എന്തോ ഭാഗ്യവശാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനത് പൊന്തിച്ച് മെല്ലെ എടുക്കുകയാണ് കേസ്. എൻ്റെ കളി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തോ വിറച്ച് കളിക്കുകയാണ്. പിന്നെ എൻ്റെ ത്വര കൊണ്ട് ഞാൻ തന്നെ അതൊരു കടിയും കഴിച്ചു. പിന്നെ ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാനത് കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫിദുവിനെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ബാക്കിയുള്ള കേക്കൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. കേക്കൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അവർ ടൈമിങ്ങിന് എത്തിച്ചു തന്നിട്ടില്ല. അതേ ഉള്ളൂ. ഈ കേക്ക് ഫുള്ളി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ കുറച്ച് ആൾക്കാർ പുതിയ സ്റ്റാൻഡ്, കുറച്ച് ആൾക്കാർ പൈസ സ്റ്റാൻഡിലേക്കും പോയി. പിന്നെ ഞാൻ എൻ്റെ കേക്കൊക്കെ പിടിച്ച് പട്ടിച്ചുറക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഗൈസ് ഞാൻ ബസ് കയറാൻ വേണ്ടി പോവാണ്. അവർ ബസ് കയറാൻ വേണ്ടി പോവാണ്. വായി ഇപ്പം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഗൈസ് ഞാൻ എൻ്റെ വീട്ടിനടുത്ത് എത്തിയപ്പോൾ ഇവരെ കണ്ടിരുന്നു. എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ ഞാൻ നമുക്ക് വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന പറഞ്ഞു. ബാക്കിയുള്ള കേക്ക് ഇവരെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇവർക്ക് കൊടുത്തു. പിന്നെ എൻ്റെ ട്യൂഷൻ പിള്ളേരുണ്ടായിരുന്നു, അവർക്കും കൊടുത്തു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിലും നമുക്ക് വേറെ തന്നെ ഒരു സന്തോഷമായിരിക്കും കേസ്. അങ്ങനെ ഇതാ അവരെല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് കേക്ക് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. ഒരു സ്കൂളും കഴിഞ്ഞ് വരുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കേക്കൊക്കെ ഉണ്ട് വീട്ടിലേക്ക് വന്നു പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ വന്നു. കേക്കൊക്കെ കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, ഇവരെൻ്റെ വീട്ടിൻ്റെ അപ്പുറം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുവരെയും എല്ലാവർക്കും ബൈ.